ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണല്ലേ ഇത്. ഞാനത് എയർ ഫ്രൈയിലാണ് ചെയ്യാൻ പോകുന്നത്. എണ്ണയിൽ നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണയിൽ ചെയ്യുന്ന വിധം കുറച്ചൊരു വ്യത്യാസമുണ്ട്. സെയിം പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് വരില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ പിന്നീട് ഒരു ദിവസം ഇടുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ നമുക്ക് ഇതിലെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നീളത്തിൽ മുറിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. 2-3 വെള്ളത്തിൽ കഴുകണം. തണുത്ത വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ 2-3 വെള്ളത്തിൽ കഴുകുമ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് മൊത്തം പോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല തുണിയോ ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കണം. ഈർപ്പം ഒട്ടും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അതിലേക്ക് കുറച്ച് എണ്ണ, അല്പം ഉപ്പ് ഇത് ചേർത്ത് മിക്സ് ചെയ്യുക. എണ്ണ കുറച്ച് ഒരു 1-2 അതായത് എത്ര ഉരുളക്കിഴങ്ങ് എടുക്കുന്നോ അതിനനുസരിച്ച് ഇടണം. എല്ലാ ഭാഗത്തും എത്തണം. എല്ലാ പീസിലും നല്ലപോലെ കോട്ടാവണം എണ്ണ. ഇനി ഞാൻ എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 3 മിനിറ്റ് വെറുതെ ഒന്ന് ഓണാക്കി വെക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ പൊട്ടറ്റോ പീസസ് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു 160-170 ഡിഗ്രി സെൽഷ്യസിൽ 15 to 20 മിനിറ്റ്സ് ഈ സെയിം ടെമ്പറേച്ചറിൽ നമ്മൾ കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കുറച്ചൊക്കെ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കായി. ഇനി ഞാനിത് ടെമ്പറേച്ചർ 200ലേക്ക് മാറ്റിയിട്ട് ഒരു 3 മിനിറ്റ് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റസ് ആണിത്. ഇപ്പോൾ കുറച്ചൊന്ന് കളർ കൂടി പോയി. നമുക്ക് അതിന് മുമ്പേ എടുക്കാമായിരുന്നു. എന്തായാലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. നമ്മൾ എണ്ണയിൽ വറുത്ത പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ഫ്രഞ്ച് ഫ്രൈസ് എണ്ണയിൽ ഞാൻ വറുക്കാറുണ്ട്. എയർ ഫ്രയർ വരുന്നതിന് മുമ്പ് അത് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും. എന്തായാലും അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ.